ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ്. ഒരു ദിവസമായിട്ടുള്ള കിട്ടിയിട്ട് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി നമ്മുടെ ഇൻഫിനിക്സ് നോട്ട്. എങ്ങനെയുണ്ട് ഈ ഫോൺ? ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്, അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. നേരെ വീഡിയോ. ഹായ്, അപ്പൊ ഇൻഫിനിക്സ് നോട്ട് ന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കാര്യം വേറെ ഒന്നുമില്ല. ലോക്ക്ഡൌൺ കാരണം നമ്മുടെ കൊറിയറിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ പോയി എടുക്കാഞ്ഞിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ലോക്ക്ഡൌൺ കഴിഞ്ഞു, ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു. എങ്ങനെയുണ്ട് ഫോൺ? നമുക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പൺ ചെയ്ത് ഞാൻ യൂസ് ചെയ്താണ്, നിങ്ങൾക്ക് ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഫോൺ തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഫോൺ നമുക്കൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്കി വരുന്ന ഘടകങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. ചാർജർ നമുക്ക് ഇതിന്റെ ഒപ്പം 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. സോ ഒരു ഫാസ്റ്റ് ചാർജിങ് അടക്കമാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഒപ്പം ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഉണ്ട്. സിം ജെറ്റ ടൂൾ വരുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പെറന്റ് കേസും കാര്യങ്ങളും ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. ഒരു നല്ല ട്രാൻസ്പെറന്റ് കേസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ ഒപ്പം സ്ക്രീൻ ഗാർഡ് കൂടി വരുന്നുണ്ട്. സ്ക്രീൻ ഗാർഡ് സെപ്പറേറ്റ് ആണ് വരുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാർ ഒട്ടിച്ച് തളർത്തി കളയുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതുപോലുള്ളവർക്ക് വേണമെങ്കിൽ ഒട്ടിക്കാൻ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. അത് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഫോണിലേക്ക് വരാം. ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ഫോണിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഫോണിന്റെ ലുക്ക്? എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല, നല്ലൊരു ഡീസെന്റ് ആയ ലുക്ക്. നമുക്കൊരു 10-11 രൂപ റേഞ്ചിലെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പ് ലുക്കൊക്കെ തന്നെയാണ് നമുക്ക് കാണാറുള്ളത്. സോ ഒരു ഡീസെന്റ് ആയ ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. ഇതൊരു വലിയ ഫോണാണ് ഗൈസ്, നല്ല വലിപ്പമുള്ള ഒരു ഫോണാണ്. 6.95 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഒരു വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നിങ്ങൾക്ക് കിട്ടുക. സോ വലിപ്പമുള്ള ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കിടിലൻ വലിപ്പമുള്ള ഒരു ഫോണാണ്. കയ്യിൽ പിടിക്കാനൊന്നും വലിയ കുഴപ്പമില്ല, ഡീസെന്റ് ആയ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. ബട്ട് വലുപ്പമുണ്ട്, നല്ല വലുപ്പമുള്ള ഒരു ഫോൺ. 6.95 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 11,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. സോ ആ റേഞ്ച് എന്ന് പറയുമ്പോൾ മിക്കവാറും പല ബ്രാൻഡുകളും നമുക്ക് HD പ്ലസ് ഡിസ്പ്ലേ ആണ് തരുന്നത്. ബട്ട് ഇതിനകത്ത് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. സോ നല്ല ഡീസെന്റ് ആയ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ് ഇതിന്റെ ഒപ്പം വരുന്നത്. 20.5:9 ആസ്പെക്ട് റേഷ്യോ ആണ്. അതേപോലെ തന്നെ 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, അതേപോലെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് താഴത്തെ സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേ ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് വരുന്നത്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണുകളും അതേപോലെ തന്നെ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പവർ ബട്ടൺ. സാധാരണഗതിയിൽ ഇൻഫിനിക്സിന് റിയർ സൈഡിലാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ കാണാറുള്ളത്. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്, വളരെ കൺവീനിയന്റ് ആണ്. സോ അതൊരു നല്ല അപ്ഡേറ്റ് ആയി നമുക്ക് പറയാം. ടോപ്പ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ കാണാം. 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ 2 ക്യാമറകൾ, മാക്രോ സെൻസറും ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സൽ വീതം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ക്യാമറ സാമ്പിളുകൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ 6.95 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ. സോ ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. വലിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഇതിന്റെ വെയിറ്റ് ഒക്കെ നോക്കിയാൽ വല്ലാണ്ടൊരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും വലിയൊരു ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ഹെവി വെയിറ്റ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനൊന്നുമില്ല. ഒരു 205 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. ഇത്രയും വലിയൊരു ഫോണിന് 205 ഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ആയിട്ട് പറയാനില്ല, വലുപ്പമുള്ള ഫോണാണ്. സോ തീർച്ചയായിട്ടും ഒരു ഡീസെന്റ് ആയ വെയിറ്റ് എന്ന് പറയാം. തിക്നെസ് നോക്കിയാൽ 8.5mm ആണ്. സോ ഒരുപാട് കനമൊന്നുമില്ല. ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ് തന്നെയാണ് ഇതിന്റെ ഇൻ ഹാൻഡ് ഫീൽ നമുക്ക് തരുന്നത്. ഒരു വലിയ ഫോൺ നൈസ് ആയിട്ട് കയ്യിൽ പിടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. സോ അതാണ് ഇതിന്റെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസെന്റ് ആയ ഒരു ക്വാളിറ്റി. LCD ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല ഡീസെന്റ് ആയ ഒരു ക്വാളിറ്റി. നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന പോലെ വളരെ ഡീസെന്റ് ആയ കളറുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഓവറോൾ ഒരു ഗുഡ് ഡിസ്പ്ലേ സെറ്റപ്പും ഈ ഫോണിലുണ്ട്. സോ നമുക്ക് ഓവറോൾ ഇതിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ പെർഫോമൻസ് ഘടകങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ MediaTekന്റെ G85 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം 10,000-11,000 റേഞ്ചിലൊക്കെ നമ്മൾ G85 ധാരാളമായിട്ട് കാണാറുണ്ട്. സോ ആ ഒരു പ്രൊസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. സോ 12nm ടെക്നോളജിയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. MediaTekന്റെ ഹൈപ്പർ എഞ്ചിൻ ഗെയിം ടെക്നോളജിയും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇവരുടെ പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം അതിൽ ഡാർക്ക് ലിങ്ക് എന്ന് പറയുന്ന ഗെയിമിംഗ് മോഡ്, കുറച്ചുകൂടി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഗെയിമിന് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ഡാർക്ക് ലിങ്കും അതേപോലെ MediaTekന്റെ ഒരു ഗെയിമിംഗ് ബൂസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു തരക്കേടില്ലാത്ത പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന തരത്തിൽ, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാണുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഗെയിമിന്റെ പെർഫോമൻസും കാര്യങ്ങളും നോക്കി കഴിയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീസെന്റ് ആയ രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം ഗെയിം കളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് സാരം.
ഈ പ്രൈസ് റേഞ്ചിലെ കാര്യമാണ് പറയുന്നത്. 10,999 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. 4GB റാം 64GB സ്റ്റോറേജിന്റെ പ്രൈസ് ആണ് പറയുന്നത് 10,999. നിങ്ങൾക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്ന് ഇൻഫിനിക്സിന്റെ സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം. ആ ഒരു റേഞ്ചിലെ ഫോൺ എന്ന രീതിയിൽ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേയും ഫാസ്റ്റ് ചാർജിങ്ങും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ടൈപ്പ് സി കേബിളും അതേപോലെ ഇങ്ങനെ ഒരു പ്രൊസസ്സറും നല്ലൊരു പെർഫോമൻസും ആൻഡ്രോയിഡ് 11 തന്നെയാണ് വരുന്നത്. LPDDR4X റാമും കാര്യങ്ങളും വരുന്നുണ്ട്. eMMC സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണുള്ളത്. എക്സോസിന്റെ വെർഷൻ നോക്കി കഴിഞ്ഞാൽ എക്സോസ് വെർഷൻ 7.6 ആണ്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ അബൌട്ട് സെക്ഷൻ അവിടെ കാണാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് 6GB റാം 128GB സ്റ്റോറേജ് ആണ്. സോ അത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് തന്നെയാണ് വരുന്നത്. സോ ഓവറോൾ ഒരു ഡീസന്റ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ഫോണാണ്. ഇനി ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ് വരുന്നത്. സെൽഫി ക്യാമറ 16 മെഗാ പിക്സലാണ്. മെയിൻ ക്യാമറയുടെ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് തന്നെ കണ്ട് തീരുമാനിക്കാം ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യം. സോ എന്നെ സംബന്ധിച്ച് ഈ ഫോട്ടോസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ലാൻഡ്സ്കേപ്പ് ഇമേജുകളും കാര്യങ്ങളും തന്നെയാണ് ഈ ഫോൺ നമുക്ക് തന്നിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നും നമുക്ക് ഈ ഒരു ഇമേജുകളിൽ പറയാനില്ല. ബട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇത് മതിയോ അതോ ഇതിലും കൂടുതൽ ക്വാളിറ്റി ഈ ഒരു റേഞ്ചിൽ വേണമെന്ന് തോന്നുന്നുണ്ടോ. സോ എന്തായാലും ഇതിന്റെ മെയിൻ ക്യാമറ തരുന്ന ക്വാളിറ്റി ഇങ്ങനെയൊക്കെയാണ്. ഇതിന്റെ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി കൂടി നമുക്കൊന്ന് കാണാം. സോ ഇതാണ് ഇതിന്റെ ക്യാമറയുടെ ഒരു പെർഫോമൻസ് ലെവൽ. വീഡിയോ ക്യാമറയുടെ ഒരു പെർഫോമൻസ് ലെവൽ ഫുൾ HD നമുക്ക് ഈ രീതിയിൽ ഡീസന്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഈ ഫോണിനകത്ത്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റെബിലൈസേഷൻ ലെവൽ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി സെൽഫി ക്യാമറ ഇമേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് ഇതിന്റെ സെൽഫി ക്യാമറയ്ക്ക് കിട്ടുന്നത്. സോ എങ്ങനെയുണ്ട് ഈ ഒരു സെൽഫി ക്യാമറ ഇമേജുകൾ ഓവറോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ഷെയർ ചെയ്യണം. സോ ഓവറോൾ ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ മെയിൻ ക്യാമറയുടെയും സെൽഫി ക്യാമറയുടെയും കുറച്ച് ഇമേജുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇതൊരു ഓവറോൾ ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസന്റ് ആയ ഒരു നോർമൽ ഡീസന്റ് ആയ ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണുകളുടെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡീസന്റ് ആയ സെറ്റപ്പ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് ഇത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ആണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ബാറ്ററി ലെവൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിംഗ് ആയാലും എങ്ങനെയായാലും നോർമലി നമുക്ക് ഒരു ദിവസം സുഖമായിട്ട് കിട്ടും. കാരണം 5000 mAh ബാറ്ററി ഇതിന്റെ ഒപ്പം ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. സോ ചാർജിങ് സ്പീഡ് ആയാലും ബാറ്ററി ലൈഫ് ആയാലും വേറെ പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ഈ ഫോണിനില്ല. ഓവറോൾ ഡീസന്റ് ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെയാണ്, ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി ഇതിന്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ കോളിലും കാര്യങ്ങളൊന്നും നമുക്ക് ഇനീഷ്യലി വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. അതേപോലെ ബ്ലൂടൂത്ത് 5 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോഫൈ കോളിംഗ് അതായത് വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ അടക്കമുള്ള ഒരു ഫോണാണ്. സോ നിങ്ങൾക്ക് മീഡിയ കൺസംഷനിൽ കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവൽ അനുഭവം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. DTS HD സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഒരിത്തിരി അടുത്ത ഒരു ലെവലിലുള്ള ഒരു മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. അതേപോലെ തന്നെ FM റേഡിയോ പോലുള്ള കാര്യങ്ങളുണ്ട്. OTG സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ ടു API ലെവലൊക്കെ നോക്കിയാൽ ലെവൽ ഫുൾ ആണ് നിൽക്കുന്നത്. ലെവൽ 3 വന്നിട്ടില്ല. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല. വൈഡ് വൈൻ L3 സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ചെറിയ ചെറിയ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലുള്ള വിശദാംശങ്ങൾ. ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെയും ഫേസ് അൺലോക്കിന്റെയും പെർഫോമൻസ് കൂടി ഒന്ന് നോക്കാം. നിങ്ങളിവിടെ കാണുന്ന തരത്തിൽ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്യൂസ് എനിക്ക് പറയാനില്ല. വേറെ ജസ്റ്റ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഫേസ് അൺലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവിടെയും വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഇതിന്റെ സാർ വാല്യൂ കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ 0.768 ആണ് വരുന്നത്. ഹെഡ് സാർ വാല്യൂ, ബോഡി സാർ വാല്യൂ 0.607 ആണ് വരുന്നത്. സോ ഓവറോൾ ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓവറോൾ എന്നെ സംബന്ധിച്ച് ഡിസൈൻ ആയാലും ഒരു ഡിസ്പ്ലേ ആയാലും അതേപോലെ പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ് ആയാലും നോർമൽ പെർഫോമൻസ് ആയാലും ഓവറോൾ ക്യാമറയും ബാറ്ററി ലൈഫും എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് 4GB റാം 64GB സ്റ്റോറേജിന് 10,999 പ്രൈസിന് തീർച്ചയായിട്ടും ഓക്കെ എന്ന് പറയാവുന്ന ഒരു നല്ല ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ. കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിനിടയ്ക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.